സാറിനോടുള്ള വൈരാഗ്യം കൊണ്ട് വരികയല്ല, ഒരാൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുക. ദ്രോഹിക്കുന്നതിന് ഇല്ല സാർ, എനിക്ക് അല്ല സാറ് നാളെ പരാതിപ്പെടും. ഇല്ല സാറേ, സാറ് നാളെ പരാതിപ്പെടുന്നത് ഞങ്ങൾ കയറി അവമര്യാദയായിട്ട് പെരുമാറിയത് സാറ് പരാതിപ്പെടും, ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം അതേപോലെ വാർഡ് മെമ്പർ ഇവിടെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ സാറിൻ്റെ അവന്മാർ ഞങ്ങളുടെ ഇല്ല സാറേ, അത് നിയമം കേന്ദ്ര സർക്കാരിനെ വരെ കബളിപ്പിക്കുകയാണ് ഈ നിസ്സാര ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന ഈ മഹാൻ. ഈ ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയക്കാരോട് കാണിക്കുന്ന ഈ തോന്നിവാസം നിങ്ങൾ ഒന്ന് കണ്ടോണം. ഈ വ്യാജ നമ്പർ വെച്ച് മുദ്രാ ലോൺ വരെ എടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല. ഇതിനു വേണ്ടി ഫൈൻ വാങ്ങിച്ചതാണ് ഈ പഞ്ചായത്ത്, ഫൈൻ വാങ്ങിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമ്പനാട് ഗ്രാമപഞ്ചായത്തിന് മുമ്പിലാണ്. ഒരു ജനപ്രതിനിധിയായാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്തും സാധിക്കും എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡ് മെമ്പർ. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനൊരു ഷോപ്പുണ്ട്, അതായത് ഒരു കടയുണ്ട്. അത് കട റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. ബ്യൂട്ടി പാർലർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2021 മുതൽ അവിടെ 625 എന്ന നമ്പറിൽ ഒരു ലൈസൻസ് ഇവർ എടുത്തു എന്നും, എന്നാൽ ആ ലൈസൻസ് അങ്ങനൊരു കട നിലവിലേ ഇല്ല എന്നും ആ കട നമ്പറിൽ ഒരു ആലയാണെന്നുമാണ് ഈ പഞ്ചായത്തുകാർ പറയുന്ന വിചിത്രവാദങ്ങൾ. അപ്പം അന്യായക്കാരി നമ്മളുടെ കൂടെയുണ്ട്. നമുക്ക് കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട് കേട്ടോ. ഈ വ്യാജ നമ്പർ വെച്ച് മുദ്രാ ലോൺ വരെ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ വരെയാണ് പറ്റിച്ചിരിക്കുന്നത് ഇവിടുത്തെ വാർഡ് മെമ്പർ. അത് നമ്മൾ ആലോചിക്കണം കേട്ടോ. ശരിക്കും എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? സാർ, 2021 എനിക്ക് ഈ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തന്നതാണ്, കടയ്ക്ക് തന്ന ലൈസൻസ് ആണിത്. കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇതാണ് ലൈസൻസ്. പറഞ്ഞു. ഇപ്പം ഈ 625 നമ്പർ കടയ്ക്ക് അതിൻ്റെ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള ആള് ജോസ് തോമസ് തന്ന എഗ്രിമെൻ്റ് ആണിത്. കടയുടെ ഓണർ തന്ന എഗ്രിമെൻ്റ് ആണത്. അത് ഈ 625 ഈ ഇതിനകത്തുള്ള നമ്പറും. പിന്നെ ഇപ്പം ഇതിൻ്റെ ലൈസൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പഞ്ചായത്തിൽ വന്നപ്പോൾ ഇവിടുന്ന് കിട്ടിയ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യാജ നമ്പറാണ്. ഈ ഇപ്പം 624 ഈ നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഈ 625 എന്നുള്ള നമ്പറിന് ഞാൻ ഈ 2400 രൂപ ഇവിടെ ഫൈൻ അടയ്ക്കുകയും ചെയ്തു. ലൈസൻസ് വേണ്ടി 2400 രൂപ ഞാൻ ഇവിടെ അടയ്ക്കുകയും ചെയ്തു. അതായത് ഇല്ലാത്ത ഒരു നമ്പർ, അതായത് ഇങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല, ഇതിനു വേണ്ടി ഫൈൻ വാങ്ങിച്ചതാണ് ഈ പഞ്ചായത്ത്. ഫൈൻ വാങ്ങിച്ചിരിക്കുകയാണ് പറയുന്നത് 2400 രൂപ. ഇത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാൻ കൊടുത്ത പരാതിയാണ്. എനിക്ക് ഈ കടയുടെ നമ്പർ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ വന്നതെന്ന് അറിയാൻ വേണ്ടി സാറിന് കൊടുത്ത പരാതിയാണ്. സാർ ഇന്ന് തന്നതെന്ന് പറഞ്ഞ് 624 നമ്പർ എന്നാണ് ഇന്ന് പറഞ്ഞു തന്നേക്കുന്നത്. മറ്റേത് തെറ്റാണ് ആ നമ്പർ. അതായത് ഇവര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ വന്നപ്പം ഇവരുടെ അടുത്ത് അത്യാവശ്യം ദാർഷ്ട്യമായിട്ടാണ് ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന മഹാൻ ഇവരോട് പെരുമാറിയിരിക്കുന്നത്. ഈ പറയുന്ന ജനപ്രതിനിധികളും അതിൻ്റെ കൂടെ ജനപ്രതിനിധികളുടെ കാര്യങ്ങൾ പോട്ടെന്ന് നോക്കാം. അതായത് ഗവൺമെൻറ്റിൻ്റെ സർവൻറ്റ്, അതായത് ഗവൺമെൻറ്റിൻ്റെ കാശ് വാങ്ങിക്കുന്നവനാണ് പറഞ്ഞത്. ഇവരുടെ അടുത്ത് പറയുകയാണ് ഈ 625 2021 തൊട്ടുള്ള കാര്യമാണ്. ഈ 625 വ്യാജമാണ്. അതിനാണിപ്പം അവൻ ഈ പഞ്ചായത്ത്, ഈ ഉദ്യോഗസ്ഥൻ പഞ്ചായത്തിന് വേണ്ട അങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് 2400 രൂപ ഫൈൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതേ വാഗൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് 625 എന്ന് പറയുന്ന കെട്ടിട നമ്പർ വ്യാജമാണ്. എന്നിട്ട് ഇപ്പം നല്ലൊരു പേപ്പറിനകത്ത് അടിച്ചു കൊടുത്തിരിക്കുക നിങ്ങളുടെ നമ്പർ 624 ആലോചിച്ച് നോക്കിക്കോണേ. ഈ ഉദ്യോഗസ്ഥരും ഈ രാഷ്ട്രീയക്കാരോട് കാണിക്കുന്ന ഈ തോന്നിവാസം നിങ്ങൾ ഒന്ന് കണ്ടോണം. ഇനിയിപ്പോ എന്ന് പറയാൻ ഞാൻ ലോൺ എടുത്താൽ ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോയി ലൈസൻസ് കിട്ടാതെ എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ആത്മഹത്യയുടെ ഒരു ഇതിലാണ് ഞാൻ ഈ പഞ്ചായത്തും ഈ വാർഡ് മെമ്പറും 14ാം വാർഡ് മെമ്പർ ജോസ് തോമസ് കൂടെ കൊണ്ടെത്തിച്ചേക്കുന്നത്. ഇത് എനിക്കൊരു പരിഹാരം കണ്ടെത്തി തരണം. അതായത് നിങ്ങൾ ഈ മുദ്രാ ലോൺ എടുത്തത് ഈ നമ്പർ വെച്ചാണല്ലേ? അതെ, ഈ നമ്പർ വെച്ചാണ്. ഇതൊരു ആരോപണമാണ്. അതായത് നിങ്ങളത് ക്ലോസ് ചെയ്തല്ലേ? ക്ലോസ് ചെയ്തു. ഞാൻ കടം വാങ്ങിച്ചും അങ്ങനെ എങ്ങനെയാണ് അതിപ്പോ ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് ഇത് കണ്ടോ, ഇത് മുദ്രാ ലോൺ എടുത്തില്ല. അതായത് ഈ കടയ്ക്ക് വാടക, അതായത് എല്ലാ മാസവും വാടക കൊടുക്കുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ നിലവിൽ. അതായത് ഈ പറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ 625 എന്ന് പറയുന്ന കെട്ടിടത്തിന് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് മുദ്രാ ലോൺ എടുത്ത്. ഇതുണ്ടോ, കേന്ദ്ര സർക്കാരിനെ വരെ കബളിപ്പിക്കുകയാണ് ഈ നിസ്സാര ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന ഈ മഹാൻ. അതായത് ഈ വ്യാജ നമ്പർ വെച്ച് മുദ്രാ ലോൺ വരെ ഇവരെടുത്തു. മുദ്രാ ലോൺ മാത്രമല്ല, ഈ പറയുന്ന ഹെൽത്ത് കാർഡ് വരെ എടുത്തിട്ടുണ്ട് ഈ നമ്പർ വെച്ച്. ഇത്രയും ചെയ്തിട്ടാണ് ഇവർ ഈ പറയുന്നത് ഈ നമ്പർ വ്യാജമാണെന്ന്. ഈ പഞ്ചായത്ത്, അതായത് കടമ്പനാട് പഞ്ചായത്തിലെ സെക്രട്ടറിയാണ് ഇപ്പം പറയുന്നത് ഈ 625 വ്യാജമാണെന്നും ഈ പറയുന്ന 624 നിങ്ങളുടെ നമ്പരെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ
അവിടെ നിന്ന് ഇറക്കി വിടണം. അവിടെ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ വന്നത് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഉപദ്രവിച്ചതിന്റെ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം FIR രജിസ്റ്റർ ചെയ്തു. അപ്പം അതിൻ്റെതായ വിരോധത്താല ഇപ്പം പുള്ളി ജാമ്യത്തിൽ ഇറങ്ങിയേക്കുവാ. അതായത് പത്തനംതിട്ട പിന്നെ ഇവിടുന്ന് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത ആളാ. അതായത് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ പേര് ഉപദ്രവിച്ചതിന് ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഉണ്ടായിരുന്നു. പുള്ളി അതിന്റെ പേര് ജാമ്യം എടുത്തു. അതിന്റെ കലിപ്പാണ് ഇപ്പൊ ഈ തീർത്തോണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ആ ബ്യൂട്ടി പാർലർ ഒഴിയണം. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതായത് ഈ ഒരു അന്യായക്കാരി ഇത്രയും കാശ് മുടക്കി, അതായത് 3.5 ലക്ഷം രൂപ ലോണും എടുത്ത് ഇതിനകത്ത് 3 ലക്ഷം രൂപയോളം ഇതിനകത്ത് ചിലവാക്കി ഇത്രയും ചെയ്തിട്ട് ഇപ്പം ഇവർ ഇറങ്ങി പോകണമെന്നാണ്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ വ്യക്തിപരമായി നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ മനസ്സിലെ ചിന്തകൾ നടക്കാത്തതുകൊണ്ടായിരിക്കും. ഇപ്പം അല്ലെങ്കിൽ എനിക്ക് കള്ള നമ്പർ എടുത്ത് ഒരിക്കലും ഒരു സ്ഥാപനം തരത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളായപ്പോഴാണ് പുള്ളി ലൈസൻസിന് വേണ്ടി എനിക്ക് മുടക്കം വെച്ചേക്കുന്നത്, ലൈസൻസ് നടക്കാതിരിക്കാനും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഗുരുതര ആരോപണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ജനപ്രതിനിധിയും ഈ ഇരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്, അതായത് 625 അങ്ങനത്തെ ഒരു നമ്പറുള്ള കടയെ ഈ പറയുന്ന 2021 മുതൽ പ്രവർത്തിക്കുകയാണ്. ഈ പറയുന്ന മെമ്പർ എന്ന് പറയുന്ന മഹാൻ ഇവരെ ഈ പഞ്ചായത്തിലോട്ട് വരാൻ അനുവദിക്കത്തില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം അല്ലേ? ഞാൻ വന്നിട്ടില്ല അങ്ങനെ. ഇപ്പൊ ഈ എന്റെ ലൈസൻസിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴാണ് അറിയുന്നത് കട നമ്പർ തെറ്റിച്ചാ തന്നേക്കുന്നതെന്നും അങ്ങനെയൊക്കെ അറിയുന്നത്. ചീറ്റ് ചെയ്യപ്പെട്ടു. പുള്ളിക്കാരൻ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നു. കറക്റ്റ് ആയിട്ട്. എന്നിട്ട് ഈ പറയുന്ന പൈസ വാങ്ങിക്കുന്നുണ്ട്. കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്നത് കൃത്യമായിട്ടാണ്. അതെല്ലാം ഇതിനകത്തുണ്ട്. സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന്. എല്ലാം അക്കൗണ്ട് ത്രൂ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പം കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ട്, മാസ വാടക കൊടുക്കുന്നുണ്ട്. ഇല്ലാത്തൊരു കട നമ്പറിന് ഈ പറയുന്ന മെമ്പർ എന്ന് പറയുന്ന മഹാൻ ശരിക്കും പൈസ വാങ്ങിച്ചിട്ടുണ്ട്. മെമ്പറിൻ്റെ കാര്യം പോട്ടെ, ജനപ്രതിനിധികൾ പല തരത്തിലുണ്ട്. പക്ഷേ ഈ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലിരിക്കുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എന്ത് കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന സെക്രട്ടറി എന്ത് ഉദ്ദേശത്തിലാണ് 625 ഇല്ലെന്നും പറഞ്ഞിട്ട് ഇത് ഈ 2400 രൂപ ഫൈൻ അടച്ചു കൊടുത്തത്? അതേ 625 നമ്പറിന് 2400 രൂപ ഫൈൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഗുരുതര ആരോപണമാണ് ഈ കടമ്പനാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അന്യായക്കാരിക്ക് ഇതിന് നീതി കിട്ടണം. ഇതിന് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി വിചാരിച്ചാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്തും നടക്കും എന്നുള്ള ധാർഷ്ട്യമുണ്ട്. പക്ഷേ അതൊന്നുമല്ല, നമ്മൾ വിടത്തില്ല. ഇവർക്ക് നീതി വാങ്ങിക്കൊടുത്തിരിക്കും.